गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ऋतं पिबन्तौ सुकृतस्य लोके गुहां प्रविष्टौ परमे परार्धे छायातपौर्ब्रह्मविदो वदन्ति पञ्चाग्नयो ये च तृणाचिकेताः यः सेतुरीजानानाम् अक्षरं ब्रह्म यत्परम् अभयं तितिर्षतां पारं नाचिकेतं शकेमहि। आत्मानं रथिनं विद्धि शरीरं रथमेव तु बुद्धिं तु सारथिं विद्धि मनप्रग्रहमेव च। इन्द्रियाणि हयानाहुर्विषयान् तेषु गोचरान् ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. തന്നെ രഥിയെന്നറിയൂ. രഥി രഥസ്വാമി, രഥത്തിൻ്റെ ഉടമസ്ഥൻ. ശരീരം തന്നെ രഥമെന്നറിയൂ. ബുദ്ധിയെ സാരഥിയെന്നറിയൂ. മനസ്സിനെ കടിഞ്ഞാണെന്നറിയൂ. ഇന്ദ്രിയങ്ങളാണ് കുതിരകളെന്ന് പറയപ്പെടുന്നു. അവയ്ക്ക് ഗോചരങ്ങളായവ വിഷയങ്ങളാണ്. ഇന്ദ്രിയ മനോയുക്തമായ ആത്മാവിനെ വിദ്വാൻമാർ ഭോക്താവെന്ന് പറയുന്നു. ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ദ്രിയ മനോയുക്തമായ ആത്മാവിനെ ഭോക്താവെന്ന് പറയുന്നു. ഭോക്താവ്, സുഖദുഃഖങ്ങളുടെ ഭോക്താവ്. സുഖം, ദുഃഖം, മാന, അപമാനം, ശീതം, ഉഷ്ണം എന്ന് വേണ്ട എന്തെല്ലാം അനുഭവജാതങ്ങളെ നമ്മൾ ഭുജിക്കുന്നുണ്ടോ അതിന് മുഴുവൻ കാരണമായിട്ടുള്ളത് നമ്മുടെ ഭോക്തൃത്വഭാവമാണ്. ഈ ഭോക്തൃത്വം എന്നുള്ളത് ആത്മാവിൽ, കേവലമായ ആത്മാവിലില്ല. തനിക്ക് പരമാർത്ഥത്തിൽ ഭോക്തൃത്വം ഇല്ല. പിന്നെ എപ്പോഴാണ് തനിക്ക് ഭോക്തൃത്വം വരുന്നത്? ഇന്ദ്രിയ മനസ്സുകളോട് ചേരുമ്പോഴാണ്. ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ചേരുമ്പോൾ, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ശരീരങ്ങളോട് ചേരുമ്പോൾ, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് ചേരുമ്പോഴാണ് തനിക്ക് ഭോക്തൃത്വം വരുന്നത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് ചേർന്ന അവസ്ഥയിലാണ് ജീവാത്മഭാവം അല്ലെങ്കിൽ ദേഹി അല്ലെങ്കിൽ ശരീരി എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ പാരമാർത്ഥിക ഭാവം ചിന്തിച്ചാൽ ഭോക്തൃത്വമില്ല, കർത്തൃത്വവുമില്ല. അപ്പം ഇന്ദ്രിയ മനസ്സുകളോടുകൂടിയ, ഇപ്പം മനസ്സെന്ന് പറയുമ്പോൾ അവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. മൊത്തം അന്തഃകരണം എന്നർത്ഥമെടുത്താൽ മതി. ഇന്ദ്രിയം എന്നുള്ളതിന് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് വേർതിരിക്കേണ്ടതില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളോടും അന്തഃകരണങ്ങളോടും കൂടിയ ആത്മാവിനെയാണ് ഭോക്താവെന്ന് വിദ്വാൻമാർ പറയുന്നത്. കർമ്മഫല ഭോക്താവ്. അപ്പം എങ്ങനെ ഈ യന്ത്രത്തെ, ഈ
ഈ രഥത്തെ നമ്മൾ നയിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സുഖദുഃഖാദ്യ അനുഭവങ്ങൾ. നമ്മുടെ സുഖദുഃഖാദ്യ അനുഭവങ്ങളുടെ പേരിൽ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ഈ വണ്ടി തന്നിട്ടുണ്ട്, അതിനെ ഓടിക്കുന്ന കുതിരകളെ തന്നിട്ടുണ്ട്, അതിനെ നയിക്കുന്ന ബുദ്ധിയെ തന്നിട്ടുണ്ട്, അതിനുള്ള ഉപാധിയായ മനസ്സിനെ തന്നിട്ടുണ്ട്. ഇവയെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഗതി. വഴിയിൽ തലകുത്തം മറിയണോ നമുക്ക് തീരുമാനിക്കാം, അല്ല ലക്ഷ്യത്തിലെത്തണോ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രിത്വം ഈ പറഞ്ഞ സംഘാതത്തിലുണ്ട്. അത് ശ്രദ്ധിച്ച് കരുതലോടുകൂടി മനുഷ്യൻ ജീവിക്കേണ്ടതാണ്. എന്തിലേക്കായാലും എടുത്തു ചാടിയാൽ അപകടമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ വണ്ടി രഥം ഓടിക്കേണ്ടത് ബുദ്ധിയാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നത്. എന്തൊരു ജീവിത വീക്ഷണം ആലോചിച്ച് നോക്കൂ. ഒരു ഹൈസ്കൂൾ തലത്തിലെങ്കിലും ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ. ഒരു 8ാം ക്ലാസ്സിലൊക്കെ ശരിക്ക് ദഹിക്കും. ഇത് ശരിക്ക് ദഹിക്കും. എന്നാൽ നമ്മുടെ നാട് വളരെ മാറ്റം വരും. ശരി, ഭാഷ്യം നോക്കാം. ഈ 2 മന്ത്രങ്ങളുടെ വിശദീകരണം ഒരു വിശദമായൊരു പുസ്തകമായിട്ട് ഇവിടുന്ന് ഇറക്കിയിട്ടുണ്ട്, ജീവിത രഥയാത്ര എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഇവിടെ ആൾക്കാരൊക്കെ കൂടുമ്പം പുസ്തകം വെക്കാറുണ്ട്. പ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും ദിവസം വെച്ചിട്ടില്ല. ആരെങ്കിലുമായിട്ട് വെക്കാറുണ്ട് കൂട്ടത്തിൽ. ഇനിയിപ്പോൾ വേണ്ടേനും, ഇനിയിപ്പോൾ ആൾ വളരെ കുറവാണ്. ഞായറാഴ്ചയൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു. 4 ആൾ 2 പുസ്തകം കണ്ടാൽ, ഒരു പുസ്തകം മേടിച്ചാൽ 2 ചില്ലാനം കിട്ടിയാൽ അടുത്തത് ഇറക്കാനുള്ള ചില്ലാനാവും. അല്ലെങ്കിൽ ഇറങ്ങൂല, അത്രയേ ഉള്ളൂ. ആത്മാനം രഥിനം വിദ്ധി തത്ര തം ആത്മാനം ഋത്തപ്പം സംസാരിണം രഥിനം രഥസ്വാമിനം വിദ്ധി ജാനീഹി. ശരീരം രഥമേവ തു രഥബദ്ധ ഹയസ്ഥാനീയൈഃ ഇന്ദ്രിയൈഃ ആകൃഷ്യമാണത്വാത് ശരീരസ്യ. ബുദ്ധിം തു അധ്യവസായ ലക്ഷണം സാരഥിം വിദ്ധി. ബുദ്ധി നേതൃപ്രധാനത്വാത് ശരീരസ്യ. സാരഥി നേതൃപ്രധാന ഇവ രഥഃ. സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധി കർത്തവ്യമേവ പ്രായേണ. മനസ്സങ്കൽപ്പ വികൽപ്പാദി ലക്ഷണം പ്രഗ്രഹം രശനാം വിദ്ധി. മനസാ ഹി പ്രഗൃഹീതാനി ശ്രോത്രാദീനി കരണാനി പ്രവർത്തന്തെ രശനയ ഇവ അശ്വാഹ. ഇന്ദ്രിയാണി ചക്ഷുരാദീനി ഹയാൻ ആഹു രഥ കൽപ്പന കുശലാഹ. ശരീരരഥാകർഷണ സാമാന്യാത് തേഷ്വേവ ഇന്ദ്രിയേഷു ഹയത്വേന പരികൽപ്പിതേഷു ഗോചരാൻ മാർഗാൻ രൂപാദീൻ വിഷയാൻ വിദ്ധി. ആത്മേന്ദ്രിയ മനോയുക്തഃ ശരീരേന്ദ്രിയ മനോഭിഃ സഹിതം സംയുക്തം ആത്മാനം ഭോക്ത ഇതി സംസാരി ഇതി ആഹുഃ മനീഷിണഃ വിവേകിനഃ. നഹി കേവലസ്യ ആത്മനഃ ഭോക്തൃത്വമസ്തി ബുദ്ധ്യാദ്യുപാധികൃതമേവ തസ്യ ഭോക്തൃത്വം. തഥാ ച ശ്രുത്യന്തരം കേവലസ്യ അഭോക്തൃത്വമേവ ദർശയതി.
ധ്യായതീവ ലേലായതീവ ഇത്യാദി. ഏവം ച സതി വക്ഷ്യമാണാഃ രഥകൽപ്പനയാ വൈഷ്ണവസ്യ പദസ്യ ആത്മതയാ പ്രതിപത്തിഃ ഉപപദ്യത്തെ ന അന്യഥാ സ്വഭാവ അനതിക്രമാത്. തത്ര തം ആത്മാനം ഋതപം സംസാരിണം രഥിനം രഥസ്വാമിനം വിദ്ധി ജാനീഹി. ശരീരം രഥമേവ തു രഥബദ്ധഹയസ്ഥാനീയൈഃ ഇന്ദ്രിയൈഃ ആകർഷ്യമാണത്വാത് ശരീരസ്യ ബുദ്ധിം തു അധ്യവസായലക്ഷണാം സാരഥിം വിദ്ധി. ബുദ്ധിനേതൃപ്രധാനത്വാത് ശരീരസ്യ സാരഥിനേതൃപ്രധാന ഇവ രഥഃ. സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധികർത്തവ്യമേവ പ്രായേണ. മനഃ സങ്കല്പവികൽപ്പാദിലക്ഷണം പ്രഗ്രഹം രശനാം വിദ്ധി. മനസാ ഹി പ്രഗൃഹീതാനി ശ്രോത്രാദീനി കരണാനി പ്രവർത്തന്തെ രശനയാ ഇവ അശ്വാഃ. ഇന്ദ്രിയാണി ചക്ഷുരാദീനി ഹയാൻ ആഹൂ. രഥകൽപ്പനാകുശലാഃ ശരീരരഥാകർഷണ സാമാന്യാത് തേഷു ഏവ ഇന്ദ്രിയേഷു ഹയത്വേന പരികൽപ്പിതേഷു ഗോചരാൻ മാർഗാൻ രൂപാദീൻ വിഷയാൻ വിദ്ധി. ആത്മേന്ദ്രിയമനോയുക്താഃ ശരീരേന്ദ്രിയമനോഭിഃ സഹിതം സംയുക്തം ആത്മാനം ഭോക്ത ഇതി സംസാരി ഇതി ആഹുഃ മനീഷിണഃ വിവേകിനഃ. നഹി കേവലസ്യ ആത്മനഃ ഭോക്തൃത്വം അസ്തി ബുദ്ധ്യാദ്യുപാധികൃതമേവ തസ്യ ഭോക്തൃത്വം. തഥാ ച ശ്രുത്യന്തരം കേവലസ്യ അഭോക്തൃത്വമേവ ദർശയതി. ധ്യായതീവ ലേലായതീവ ഇത്യാദി. ഏവം ച സതി ഭക്ഷ്യമാണാ രഥകൽപ്പനയാ. അവിടെ ഒരു വ്യാകരണപരമായിട്ടൊരു കുഴപ്പമുണ്ട്. അവിടെ അച്ചടിയിൽ എന്തോ തെറ്റുണ്ട്. ഭക്ഷ്യമാണയാ രഥകൽപ്പനയാന്നായാൽ ശരിയായി. അല്ലെങ്കിൽ ഭക്ഷ്യമാണ രഥകൽപ്പനയാ എന്ന് ഒന്നിച്ചായാലും ശരിയായി. അല്ലെങ്കിൽ വ്യാകരണപരമായി തെറ്റുണ്ട്. ഭക്ഷ്യമാണായാഹ രഥകൽപ്പനായാഹ എന്ന് വരില്ല, രഥകൽപ്പനയാന്ന് വരില്ല. രഥകൽപ്പനയാന്ന് പറഞ്ഞ തൃതീയാണ്, ഭക്ഷ്യമാണായാഹ ഷഷ്ടിയാണ്, വരില്ല. ഭക്ഷ്യമാണ രഥകൽപ്പനയാന്ന് വരും, അല്ലെങ്കിൽ ഭക്ഷ്യമാണയാ രഥകൽപ്പനയാന്ന് വരും. അത് ശരിയാണ്. അപ്പം അടുക്കണം എന്ന് മാത്രം. ഇതിൽ ഈ പുസ്തകത്തിൽ അച്ചടിച്ചതിൽ ഭക്ഷ്യമാണാന്നുണ്ട്, അത് തെറ്റാണ്. ഗീതാ പ്രസിന്റെ പുസ്തകത്തിൽ ഭക്ഷ്യമാണാന്നുണ്ട്, അത് തെറ്റാണ്. ഭക്ഷ്യമാണ രഥകൽപ്പനയാന്ന് ഒന്നിച്ചാക്കിയാൽ ശരിയാവും. അല്ലെങ്കിൽ ഭക്ഷ്യമാണയാ രഥകൽപ്പനയാന്ന് മുറിക്കണം, എന്നാലും ശരിയാവും. വൈഷ്ണവസ്യ പദസ്യ ആത്മതയാ പ്രതിപത്തിഃ ഉപപദ്യത്തെ ന അന്യഥാ
സ്വഭാവ അനതിക്രമാത്. അപ്പം അവിടെ ആത്മാവിനെ എന്നുള്ളടത്ത് പറയുകയാണ് ഋതപ്പനെ. എന്താ ഋതപ്പനെ എന്ന് പറയാൻ കാരണം? തൊട്ട് മുമ്പുള്ള മന്ത്രത്തിൽ ഋതം പിബന്ധൗ എന്ന് പറഞ്ഞു. ഋതമായതിനെ കുടിക്കുന്നവരായ രണ്ടുപേര്. എന്നിട്ട് അതിൻ്റെ ഭാഷ്യത്തിൽ വിസ്തരിച്ച് പറഞ്ഞു, രണ്ടുപേര് കുടിക്കുന്നില്ല, ഒരാളെ കുടിക്കുന്നുള്ളൂ. ന ഇതരഹ എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഋതം സത്യം, സന്ദർഭവശാൽ ഇവിടെ കർമ്മഫലം. ഇപ്പൊ കർമ്മഫലത്തെ അനുഭവിക്കുന്നവൻ എന്നർത്ഥം. കർമ്മഫലത്തെ അനുഭവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. കർമ്മഫലത്തെ അനുഭവിക്കുന്നവൻ ജീവാത്മാവ്. ആ അർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടതെന്ന് കാണിക്കുകയാണ്. ആത്മാനം എന്നുള്ളിടത്ത് ഋതപം, ഋതത്തെ, സത്യത്തെ പാനം ചെയ്യുന്നവനെ, സത്യശബ്ദത്താൽ പറയപ്പെടുന്ന കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നവനെ, സുഖം, ദുഃഖം, മാന, അപമാനം തുടങ്ങി കർമ്മത്തിൻ്റെ ഫലരൂപമായുള്ള അനുഭവ വിശേഷങ്ങളെ മുഴുവൻ ആരാണോ അനുഭവിക്കുന്നത്, നേടുന്നത്, അവൻ ഋതപനെ. നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവനെന്നെ ദുഃഖിപ്പിച്ചു, അവളെന്നെ ദുഃഖിപ്പിച്ചു എന്നൊക്കെ. വാസ്തവത്തിൽ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം നമ്മുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലമാണ്, അല്ലാണ്ട് വേറൊരാളുടെ കർമ്മത്തിൻ്റെ ഫലമല്ല. അതുകൊണ്ട് വേറെ ആരെയും കുറ്റപ്പെടുത്താനില്ല, ആരിലും കുറ്റം ചാർത്താനില്ല. ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല സ്വാമി, സന്തോഷം, വേണ്ട. ഈ കുപ്പായം ഇടുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അച്ഛൻ്റെ കർമ്മഫലമോ അച്ഛൻ്റെ കർമ്മഫലമോ അല്ല നമ്മൾ അനുഭവിക്കുക. പൂർവികന്മാരുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കില്ല. നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ സംശയം വരും, അപ്പോൾ പൂർവികന്റെ കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണോ? തെറ്റല്ല. അതെങ്ങനെ രണ്ടും കൂടി ശരിയാവുക? സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒത്തുകൂടും. ഏത് തരം കർമ്മഫലമാണോ താൻ ആ ജീവൻ നേടേണ്ടത്, അതിനനുസരിച്ച സ്ഥാനത്തിലെത്തിപ്പെടും. അങ്ങനെയാണ് ചില ദുഷിച്ച അല്ലെങ്കിൽ ചില സന്തുഷ്ടമായ അനുഭവങ്ങൾ കൂട്ടായി അനുഭവിക്കുന്നത്. ചില കുടുംബങ്ങളിൽ എപ്പോഴും ദുരിതങ്ങൾ മാത്രം കാണും. അപ്പം നമ്മൾ വിചാരിക്കുക എന്താ, മുത്തശ്ശൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, വല്യച്ഛൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അല്ല, അവനവൻ ചെയ്തതാണ് അവനവൻ അനുഭവിക്കുന്നത്. പക്ഷേ സമാനന്മാരൊത്തുകൂടും. നമ്മളിവിടെ ഇങ്ങനെയൊരു ഉപനിഷത്ത് വിചാര സത്രം ഉണ്ടെന്ന് എത്ര പേരറിഞ്ഞു? എല്ലാവരും വരില്ല, വന്നൗട്ട് സ്ഥലവും ഇല്ല, അത് വേറെ വിഷയം. കുറച്ച് പേര് വന്നു. വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് ഇത് ഒരു 1,00,000 പേരെങ്കിലും കാണും, കേൾക്കും. കാരണം ഉത്തമ ശിഷ്യൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഉത്തമ ശിഷ്യനായിരിക്കുന്ന ആളല്ല, ക്യാമറ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം മദ്യശാലയിൽ പോയാൽ അവിടെ കൂടേണ്ടവർ കൂടിയിട്ടുണ്ടാവും. വേശ്യാലയത്തിൽ പോയാൽ അവിടെ കൂടേണ്ടവർ കൂടിയിട്ടുണ്ടാവും. അമ്പലത്തിൽ പോയാൽ അവിടെ കൂടേണ്ടവർ കൂടിയിട്ടുണ്ടാവും. ചീട്ടുകളി സ്ഥലത്ത് പോയാൽ അവിടെ കൂടേണ്ടവർ കൂടിയിട്ടുണ്ടാവും. അതായത് ഓരോരോ സമാനതയുള്ളവർ ഒത്തുകൂടും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. രാമായണത്തിൽ രാമൻ വില്ല് പൊട്ടിച്ചു. രാമനോട് ആരെങ്കിലും പറഞ്ഞോ വില്ല് പൊട്ടിക്കാൻ?
കുലയ്ക്കാനല്ലേ പറഞ്ഞത്? കുലയ്ക്കാൻ അറിയാത്ത ആളാണോ രാമൻ? വില്ല് കുലയ്ക്കാൻ അറിയാത്ത ആളാണോ രാമൻ? അല്ല. പിന്നെ എന്തിനാ പൊട്ടിച്ച്? വിവരക്കേട് കേട്ടോ. ആ, അതാണ് കാരണം. കാരണം ഈ വില്ല് കുലച്ചാൽ സീത കല്യാണം കഴിക്കുമെന്ന് ഉറപ്പില്ല. സീതയ്ക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയായി, അത്രയേ ഉള്ളൂ. ആ വില്ല് അവിടെ കിടന്നാൽ ഇനിയും ആൾക്കാർ വരും, ആൾക്കാർ ഇനിയും കൊലയ്ക്കും. അപ്പോൾ യോഗ്യന്മാരുണ്ടാവും. സീത ആരെയാ വരിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം വിവാഹത്തിൽ പൂർണ്ണമായ അധികാരം സ്ത്രീക്കാണ്, പുരുഷനല്ല. അച്ഛനും അമ്മയും ഒക്കെ നിശ്ചയിച്ചു കല്യാണം ചെയ്താലും നടക്കില്ല. പെണ്ണ് നിശ്ചയിച്ചാൽ മാത്രമേ കല്യാണം നടക്കൂ. പെണ്ണ് സമ്മതിക്കണം. അതാണ് ഭാരതീയമായ രീതി. പെണ്ണ് വരണമാല്യം ചാർത്തി ആണിനെ സ്വീകരിച്ചാൽ മാത്രമേ കല്യാണം നടക്കൂ. വിവാഹത്തിന് 100% അധികാരം സ്ത്രീക്കാണ്, പുരുഷനല്ല. ഒരു പുരുഷൻ വിചാരിച്ച ഒരു സ്ത്രീയെ പിന്നെ ഉണ്ട്, അത് വേറെ തരം വിവാഹമാണ്. രാക്ഷസം, പൈശാചം ഒക്കെ. അത് സ്ത്രീയെ പോയി ബലാത്സംഗം ചെയ്യാണ്. എന്നിട്ട് അവൾക്ക് വേറൊരു ഗതി ഇല്ലാണ്ടാക്കുകയാണ്. എന്നിട്ട് തൻ്റെ സ്വാധീനത്തിലാക്കുകയാണ്. അത് രാക്ഷസമാണ്. പൈശാചമുണ്ട് ആക്രമിച്ച് കീഴടക്കുന്നത്. അത് ബലാത്സംഗമല്ല. സ്ത്രീയെ ബലാത്കാരേണ ആക്രമിച്ച് കീഴടക്കി തൻ്റെ പത്നിയാക്കുന്നത്. അത് പൈശാചമാണ്. അതൊന്നും മാനുഷികമല്ല. മാനുഷികമായ വിവാഹത്തിൽ സ്ത്രീക്കാണ് അധികാരം. അപ്പോൾ ഈ വില്ല് കൊലച്ചുകൊണ്ട് കല്യാണം കഴിയുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ രാമൻ വിചാരിച്ചു, സീതയ്ക്ക് ഇനി വേറൊരാൾ യോഗ്യത നേടണ്ട, ഇങ്ങനൊരു സാധനം ഇവിടെ വേണ്ട, പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ? സീതയ്ക്ക് കല്യാണം പിന്നെ സീതേൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ എക്കാലവും കല്യാണം കഴിക്കാതെ ഇരിക്കുക. അതിനാണ് രാമൻ പൊട്ടിച്ചത്. ധാരാ പറഞ്ഞേ? ഇത് നമ്മൾ പറയുക. വാൽമീകി പറഞ്ഞിട്ട്. അല്ലാണ്ട് ഇപ്പൊ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിവരമില്ലാത്ത ആളല്ലല്ലോ രാമൻ. കുലയ്ക്കാൻ പറഞ്ഞാൽ പൊട്ടിക്കാൻ പാടുണ്ടോ? അതാണ് രാമൻ പൊട്ടിച്ചു കളഞ്ഞു. ശരി, എങ്കിൽ എത്ര വിവാഹം കഴിയണം? അവിടെ ഒരു വിവാഹമേ നടക്കാൻ പാടുള്ളൂ. സീതയുടെയും രാമൻ്റെയും വിവാഹമേ നടക്കാൻ പാടുള്ളൂ. എന്നാൽ അവിടെ എത്ര വിവാഹം നടന്നു? 4 വിവാഹം, 8 പേരുടെ വിവാഹം നടന്നു. അതാണ് മാണ്ഡവിയും ഭരതനും, ഊർമിളയും ലക്ഷ്മണനും, ശ്രുതകീർത്തിയും ശത്രുഘ്നനും, 8 പേരുടെ വിവാഹം നടന്നു. അവിടെ ശതാനന്ദനാണെന്ന് തോന്നുന്നു ഒരഭിപ്രായം പാസ്സാക്കിയിട്ടുണ്ട്. സമാനന്മാരൊത്തുകൂടുന്നേന്ന്. സമാനന്മാരൊത്തുകൂടും. അതൊരു നിയമമാണ്. സമാന കർമ്മഫലാനുഭവം വേണ്ടവർ എങ്ങനെയാണെന്നറിയില്ല, എവിടുന്നൊക്കെയാണെന്നറിയില്ല, ഒത്തുകൂടും. അതിന് സമാനന്മാർ ഒത്തുകൂടും. ഈ ഫ്ലൈറ്റ് അപകടം എങ്ങനെയാന്നാ ചോദിക്കണത്. നോക്കൂ, ഒരു കുട്ടി ടിക്കറ്റ് എടുത്ത് അല്പം വൈകിപ്പോയി, കയറാൻ പറ്റിയില്ല. അതിനാ കുട്ടി രക്ഷപ്പെട്ടു. അതെങ്ങനെയാ അതിന് വ്യാഖ്യാനിക്കുക? ചിലർ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അവിടെ എത്തിപ്പെടും, അതിൽ കത്തിത്തീരാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ? നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. സ്ഥൂലമായി ബാഹ്യമായി കാണുന്നതല്ല. ഈ കുട്ടി എത്തിച്ചേരാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവരെ വിളിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റെങ്കിലും ഡിലേ ആക്കിക്കാൻ പറ്റുമോ? ഒരു നിവൃത്തിയില്ല. കറക്റ്റ് ടൈമിന് ടേക്ക് ഓഫ് ആണ്. ഇത്രയേ ഉള്ളൂ. അതെങ്ങനെയാ ഒത്തുകൂടണേ പറയാൻ വയ്യ. അതുകൊണ്ട് പൂർവികരുടെ കർമ്മഫലം അല്ല നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ കർമ്മഫല. പക്ഷേ യോജിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടും. അത് എങ്ങനെ എത്തിപ്പെടും എന്ന് പറയാം. ഇവിടെ ഇപ്പം എത്ര പേര് എങ്ങനെ എത്തിപ്പെട്ടു? വരാലോ, പിന്നെ അല്ലാണ്ടോ ഒക്കെ വരാം.
എല്ലാ മേഖലയിലും അങ്ങനെയാണ്. കൺട്രോൾ ഉണ്ട് ഒരു പരിധിൻ്റെ ഉള്ളിൽ. അതാണല്ലോ മനുഷ്യൻ്റെ ആകെയുള്ള വിശേഷം. കൺട്രോൾ ഉള്ളതാണ് വിശേഷം. മറ്റെല്ലാ ജന്തുക്കൾക്കും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അവർക്ക് പുല്ല് തിന്നാനും വെള്ളം കുടിക്കാനും അധികാരമുള്ളൂ. മനുഷ്യന് സെലക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളെ. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഈ റോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്ത് വര ഉണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഓടിക്കാൻ. പക്ഷെ ആ വരേൻ്റെ ഉള്ളിൽ ഓടിക്കാനേ സ്വാതന്ത്ര്യമുള്ളൂ. ചില സ്ഥലത്ത് വര ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും, അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുറിഞ്ഞ് വര ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം, ഓവർടേക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. വരയുള്ളടത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ അധികാരമില്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട്. അല്ലാണ്ട് ഒരു വണ്ടിക്ക് മാത്രം കറക്റ്റ് വീതി അല്ല ഉള്ളത്. അധികാരമുണ്ട്. അപരിമിതമായ അധികാരം നമുക്കില്ല. വെറുതെ തോന്നുകയാണ്. ഇത്ര മിടിക്കാനേ ഹൃദയത്തിന് കണക്കുള്ളൂ വെച്ചാൽ അത്രയും മിടിക്കുള്ളൂ. അവിടെ നിന്നു. ശ്വാസകോശം ഇത്ര പ്രാവശ്യം വലുതായി ചെറുതാവട്ടെ എന്നാണ്. ഒരു രക്ഷയില്ല. അത് കൂട്ടാനും കുറയ്ക്കാനും വയ്യ. നല്ല കാലത്തിന് നമുക്കത് അറിയില്ല. അത് നല്ലത്. ആയുസ് അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ആയുസ് അറിഞ്ഞാൽ ടെൻഷനാവും, പിന്നെ ജീവിതം മുന്നോട്ട് പോവില്ല. അയ്യോ എനിക്ക് ഇത്ര കൊല്ലം കൂടിയല്ലേ ഉള്ളൂ എന്ന് വന്നാൽ പിന്നെ എന്ന് നമുക്ക് വേവലാതി വരും. അതുകൊണ്ട് നല്ലത് തന്നെ അറിയാത്തത്. അതുകൊണ്ട് പൊതുവെ അറിയുന്നവരും പറഞ്ഞു കൊടുക്കാറില്ല. പ്രഗത്ഭന്മാരായ ജ്യോതിഷികളും അവർക്ക് ഗണിക്കാൻ അറിഞ്ഞാലും അവർ പറഞ്ഞു കൊടുക്കാറില്ല. നമുക്ക് ചിന്തിക്കാം എന്നേ പറയുള്ളൂ. അത് ചിന്തിക്കാം, അത് ശേഷം ചിന്തിക്കാം, അല്ലാതെ മൃതിന്ന് പറയില്ല. ശരി. ഇപ്പൊ ഋതപ്പം കർമ്മഫലാനുഭവിയെ സംസാരിയെ രഥിനം രഥസ്വാമിനം വിദ്ധി. രഥിയാണെന്ന്, രഥത്തിൻ്റെ ഉടമസ്ഥനാണെന്നറിയൂ. താത്പര്യം ഒന്ന്, യാത്ര ചെയ്യാനുണ്ട്. അടങ്ങിയിരിക്കേണ്ടവരല്ല നമ്മളാരും. നമുക്കൊക്കെ ഉത്കൃഷ്ടമായൊരു യാത്ര ചെയ്യാനുണ്ട്, ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുണ്ട്. ആ ബോധം വേണം. രണ്ട്, യാത്ര ചെയ്യാനുള്ള വാഹനം തയ്യാറുണ്ട്. പിന്നെന്താ വേണ്ടത്? വാഹനം റെഡിയുണ്ട്. ഇനി അതിനെ വേണ്ടതുപോലെ ഉപയോഗിച്ച് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ നോക്കുക ഓരോരുത്തരും. അതാ വേണ്ടത്. ശരി. അപ്പൊ രഥം ഏതാന്ന് സംശയമായി. ശരീരം രഥമേവതു. ശരീരം തന്നെയാകുന്നു രഥം. ഈ ശരീരമാണ്. രഥബദ്ധ ഹയസ്ഥാനീയൈഹി ഇന്ദ്രിയൈഹി ആകർഷ്യമാണത്വാത് ശരീരസ്യ. രഥത്തിൽ കുതിരകൾ എന്നതുപോലെ ഈ ഇന്ദ്രിയങ്ങളാൽ വലിക്കപ്പെടുന്നത് കൊണ്ട് ശരീരം തന്നെയാണ് രഥം. അപ്പൊ നമുക്ക് ശരീരം തയ്യാറുണ്ട്. ഇത്രയും നല്ല ശരീരമാണ്. എന്താ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു അത്ഭുതം! ഇത്ര നല്ലൊരു യന്ത്രം വേറെ എവിടുന്ന് കിട്ടും? ഓരോ ഭാഗവും ആലോചിച്ച് നോക്കൂ. അത്യത്ഭുതമാണ്. അങ്ങനെ അത് ഓരോന്നും ഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്ര നല്ലൊരു യന്ത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കിട്ടിയ മഹാഭാഗ്യശാലികളാണ് നമ്മൾ. എപ്പോഴും അതിന് ഒരു താങ്ക്സ് പറയണം. വേണ്ടേ? വേണം. അത്രയും നല്ല യന്ത്രമാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിനെ വേണ്ട പോലെ ഉപയോഗിക്കണം.
അതെങ്ങനെ ഉപയോഗിക്കണം നമുക്ക് തീരുമാനിക്കാം. ഇതിനെ നശിപ്പിക്കണോ നശിപ്പിക്കാം, ഉപയോഗിക്കാണ്ടിടണോ ഉപയോഗിക്കാണ്ടിടാം, നല്ലപോലെ ഉപയോഗിക്കണോ അതും ചെയ്യാം. അതിനുള്ള അധികാരം നമുക്കുണ്ട്. അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഒരാൾ വരുമായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ദിവസം വരുമ്പോൾ ഒരു കഷ്ണം ശർക്കര, അല്ലെങ്കിൽ ഒരു കായ, ഒരു പഴം, എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും. എന്നെ അച്ഛാന്നാ വിളിക്കുക. നല്ല ഫിറ്റായിട്ടാ വരിക. കുടിച്ച് ഇനി അങ്ങോട്ട് കുടിക്കാനില്ല, അങ്ങനെയാ വരിക. എന്നിട്ട് അവൻ അടിച്ചു എന്ന് പരാതി പറയും. കാണിച്ചു തരും, പാടമൊക്കെ കാണിച്ചു തരും. ദിവസം എന്തെങ്കിലും മുറിവുണ്ടാവും ദേഹത്ത്. അപ്പം ഞാൻ പറയും, നിങ്ങൾ തോന്നിയാസം പറഞ്ഞിട്ടല്ലേ. ഞാൻ ഇനിയും പറയും, അച്ഛൻ എന്താ വേണം, കൊണ്ടോ, അടി കൊണ്ടോ, ഞാൻ കൊള്ളും. എന്നിട്ട് ഈ ശർക്കരയും തന്ന് പോവും, അല്ലെങ്കിൽ ഈ പഴവും തന്ന് പോവും. വലിയ സ്നേഹമാണ്. പിറ്റേന്ന് രാവിലെ കണ്ടു കഴിഞ്ഞാൽ മുഖത്തേക്കൊന്നും നോക്കൂല, അങ്ങനെ തലയും താത്തിയിട്ടാ പോവുക. വൈകുന്നേരം ആകുമ്പോൾ ഇതേ കോലത്തിൽ വീണ്ടും വരും. ദിവസവും ഒരേ ഭാഷയാണ്, ഭാഷയ്ക്കൊരു മാറ്റവും ഇല്ല. ആളുടെ പേര് മാത്രം മാറ്റും. എന്നെ മറ്റവൻ അടിച്ചു, മറ്റവൻ രാമൻ അടിച്ചു, കൃഷ്ണൻ അടിച്ചു, അങ്ങനെ ആളുടെ പേര് മാറും. അതെ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പറയും, അച്ഛൻ എന്നാ വേണം, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ തല്ലുകൊണ്ടോ. പാവം. ചിലരങ്ങനെയാ. ഞാൻ ഇങ്ങനെയാണ് ദേഹത്തെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ശരി. ഈ മനുഷ്യദേഹത്തിന്റെ മഹിമ മനസ്സിലാക്കാണ്ട നമ്മളെ ആൾക്കാർ ഉപയോഗിക്കണത്. സങ്കടം തോന്നും കണ്ടാൽ, വലിയ സങ്കടം തോന്നും. ചുറ്റുപാടൊന്ന് നോക്കൂ, നമ്മൾ ഇന്നത്തെ പുതിയ ഒരു പോക്ക്, വലിയ സങ്കടമാണ്. എന്തൊക്കെയാ ചെയ്തു കൂട്ടണമെന്ന് നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. കുളിയന്നപ്പല്ല അല്ലേ? അതെ, കുളിക്കണ തന്നെ കുറവാണ്. ബാക്കി പിന്നെ എന്ത് പറയാനാ. ഭക്ഷണം എന്തൊക്കെയാ കഴിക്കണമെന്ന് കണക്കില്ല. വാരസ്നാനം, ഭക്ഷണം കഴിക്കണ എന്തൊക്കെയാന്ന് കണക്കില്ല. ഓരോ ചിലർ ചോദിക്കും, സ്വാമി അത് മോശമാണോ, അറേബ്യൻ ഭക്ഷണം മോശമാണോ എന്ന് ചോദിക്കും. അറേബ്യൻ ഭക്ഷണം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അറേബ്യയിൽ നല്ലതാണ്, ഇവിടെ മോശമാണ്. ഇവിടത്തെ മോരും ചോറും കൂട്ടി ഉണ്ണുന്നത് ഹിമാലയത്തിൽ ദോഷമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ചപ്പാത്തിയും കടുകെണ്ണയും തന്നെ വേണം. ഇവിടെ ചപ്പാത്തിയും കടുകെണ്ണയും വേണ്ട. ചപ്പാത്തി പറ്റും കേട്ടോ, ചപ്പാത്തി എവിടെയും പറ്റും, സമശീതോഷ്ണമാണ്. പക്ഷെ ഇവിടെ കടുകെണ്ണ വേണ്ട. പക്ഷെ അവിടെ വേണം. അവിടെ വെളിച്ചെണ്ണ പറ്റില്ല. ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ വെളിച്ചെണ്ണയും കൊണ്ടുപോവുക പാടില്ല, രോഗം വരും. ഓരോ പ്രദേശത്തേക്കുള്ള ഭക്ഷണങ്ങളുണ്ട്, ഓരോ പ്രദേശത്തുള്ള ചര്യകളുണ്ട്. ഇതൊക്കെ ഉപേക്ഷിച്ചു. അത് ഈ ശരീരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാഞ്ഞിട്ടാ നശിപ്പിക്കണത്. അതുകൊണ്ട് എന്താ, ജീവിതശൈലി രോഗങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം, പെരുകുന്ന ക്യാൻസർ, പെരുകുന്ന മാനസിക രോഗങ്ങൾ, ഒരു രക്ഷയില്ല. ക്യാൻസർ എത്രയാ പെരുകണത്? എവിടെ ചോദിച്ചാലും അയാൾ ഹൃദയം പൊട്ടി മരിച്ചു, ഹാർട്ട് അറ്റാക്ക്. എന്താ, താങ്ങാൻ പറ്റുന്നില്ല ടെൻഷൻ. ആരുണ്ടാക്കണതാ? ദൈവം ഉണ്ടാക്കണതാ ടെൻഷൻ? അരുതാത്തത് ചെയ്തു കൂട്ടി സംഘർഷം ഉള്ളിൽ പെരുകുക, അത് തന്നെ. എന്ത് പുറത്തില്ലാന്ന് കാണിച്ചാലും ഉള്ളിൽ സംഘർഷം ഉണ്ടാവും. ഈ സംഘർഷം കൂടുമ്പോൾ അത് മുഴുവൻ എവനെയാ ബാധിക്കണത്? ഹൃദയത്തെ. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ജീവിതം നേരെ പോകും. അടുത്തത്, ഇതിൻ്റെ പേര് ശരീരം എന്നാണ്, നശിച്ചു പോകുന്നത് എന്നാണ്. നശിക്കുന്നതിന് മുമ്പ് എവിടെങ്കിലും കയറി പിടിക്കണം.
നശിക്കുന്നതൊക്കെ ക്ഷയിക്കും, ക്ഷയിക്കുന്നതിന് മുമ്പ് കയറി പിടിക്കണം. ഇത്രയും മനസ്സിലായി. ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിം തു അധ്യവസായ ലക്ഷണം സാരഥിം വിദ്ധി. ബുദ്ധി അധ്യവസായ ലക്ഷണം, അതായത് നമ്മുടെ അന്ധകരണത്തിൽ പ്രധാനമായിട്ട് 2 വൃത്തികളാണ്. ഒന്ന്, അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ, പോകണോ പോണ്ടയോ, അത് ശരിയോ തെറ്റോ, ഇങ്ങനെ എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പം, ഉടനെ അതിൻ്റെ വികല്പം. ഈ സങ്കല്പ വികല്പങ്ങളെ ചെയ്യുന്ന ആളാണ് മനസ്സ്. ഇതിൽ ഒന്നിനെ നിശ്ചയിക്കുന്നു, അതാണ് അല്ലെങ്കിൽ അതല്ല, പോകണം അല്ലെങ്കിൽ പോകണ്ട, അതെന്തായാലും കുഴപ്പമില്ല, ഒന്നിനെ നിശ്ചയിക്കുന്നു. ആ നിശ്ചയിക്കുന്നത് വിവേകം ചെയ്തിട്ടാണ്. അത് ബുദ്ധിയാണ്. അധ്യവസായ ലക്ഷണ ബുദ്ധി, സങ്കല്പ വികല്പാത്മകം മനഃ. അധ്യവസായം എന്നുള്ള ലക്ഷണത്തോട് കൂടിയത് നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ്, സങ്കല്പ വികല്പം ചെയ്യുന്നത് മനസ്സാണ്. അപ്പോൾ അധ്യവസായ ലക്ഷണമായിരിക്കുന്ന ബുദ്ധിയെ സാരഥി എന്നറിയൂ. അവനാണ് വണ്ടി ഓടിക്കേണ്ടത്, ബുദ്ധിയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഒന്നിലേക്ക് എടുത്ത് ചാടരുത്. അവിടുന്ന് അത് തോന്നും, ഇവിടുന്ന് ഇത് തോന്നും, പലതും മനസ്സ് തോന്നിപ്പിക്കും. മനസ്സ് ശത്രുവാണ് നമ്മുടെ. മനസ്സിനൊരിക്കലും കൂട്ടുകാരനായിട്ട് കണക്കാക്കരുത്. മനസ്സ് നമ്മുടെ ശത്രുവാണ്, ഒരു സംശയവും. കാണുന്നതിൻ്റെ പിന്നാലെ ഓടും, കേൾക്കുന്നതിൻ്റെ പിന്നാലെ ഓടിക്കും. അവിടെയാണ് ബുദ്ധി ഉപയോഗിച്ച് വേണോ വേണ്ടയോ, ശരിയോ തെറ്റോ, ഇത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെ ഒന്ന് നോക്കൂ. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ബിസിനസ് വർദ്ധിച്ചതോടുകൂടി എല്ലാവരുടെയും വിരലിൻ്റെ അറ്റത്ത് സാധനം കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പർച്ചേസുകൾ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ ഒന്ന് കണക്കൂട്ടിയൊക്കെ ഇരിക്കണവർ വീട്ടിൽ പോയിട്ട്. അപ്പോൾ മനസ്സിലാവും പകുതി എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്. പരസ്യജാലങ്ങൾ കണ്ടപ്പോൾ ഓർഡർ ചെയ്തു, ഇപ്പോൾ ഒരാവശ്യമില്ല. അതെ, സ്വയം ഒന്ന് കൂട്ടുക. ആ പണം വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അത് കാരണം എന്താ? മനസ്സ് എടുത്ത് ചാടി ചെയ്തു, ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതും ഏത് വ്യവഹാരവും, കല്യാണം കാതുകുത്ത് മാത്രമല്ല, എല്ലാ വ്യവഹാരങ്ങളും ബുദ്ധി ഉപയോഗിച്ചേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയാണ് സാരഥി എന്നറിയൂ. സാരഥി നേതൃപ്രധാന ഇവ രഥ, സാരഥി നയിക്കുന്നതാണ് രഥം എന്നതുപോലെ ബുദ്ധി നയിക്കുന്നതായിരിക്കണം ശരീരം. സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധി കർത്തവ്യമേവ പ്രായേണ. ഈ വാചകം എല്ലാവരും ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതാണ്. സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധി കർത്തവ്യമേവ പ്രായേണ. പ്രായേണ, പൊതുവെ ദേഹഗതമായ എല്ലാ കാര്യങ്ങളും ബുദ്ധി കർത്തവ്യമാണ്. അതിനാ പ്രായേണ എന്ന് ചേർത്തത്? ബുദ്ധി കർത്തവ്യമല്ലാത്ത പലതും ഉണ്ട്. സ്വാഭാവിക വൃത്തിയുണ്ട്, റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ ദേഹം കൊണ്ട് ചെയ്യുന്നതാ. അത് ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ മെക്കാനിസത്തിലുള്ളതാണ്. കണ്ണ് പൂട്ടി തുറക്കുന്നു, പെട്ടെന്നുണ്ടാവുന്ന റിഫ്ലക്സുകൾ, അതൊന്നും ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല. അത് ശരീരത്തിൽ തന്നെ അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പ്രായേണ എന്നൊരു വാക്ക് ചേർത്തിട്ടുള്ളത്. എന്തൊരു മഹത്താന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തിനാ ഈ പ്രായേണ ചേർത്തത്?
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധി ഉപയോഗിച്ചല്ലാണ്ട്, അതായത് ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. അത് അങ്ങോട്ട് അങ്ങോട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലെന്നേ. ആലോചിച്ച് തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നമ്മൾ വേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക, വേറെ ഒന്നുമില്ല. അവിടെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇല്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇല്ലേന്ന്. അവിടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അവിടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ചിലയിടത്ത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ വരും. ബുദ്ധി പ്രവർത്തിക്കാത്ത രീതിയിലായി പോകും ചിലപ്പോൾ. സമയത്തിൻ്റെ മാത്രമല്ല, ചില വൈകാരിക തീവ്രതകളിലോ ആഘാതങ്ങളിലോ ഒക്കെ അപ്പം പിന്നെ അങ്ങ് വിട്ടുകൊടുക്കുക, അതേ പറ്റൂ. അതിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കാൻ വയ്യ, അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പ്രായേണ എന്ന് പറഞ്ഞത്. നമ്മുടെ ആ പ്രായേണ എന്നുള്ളത് നല്ലോണം ആലോചിച്ച് നോക്കുക ഓരോരുത്തരും. എന്തിനാണ് ശങ്കരാചാര്യർ അവിടെ പ്രായേണ എന്ന് വെച്ചത്? ഭഗവാൻ ഭാഷ്യകാരൻ ഒരു വാക്ക് പോലും വേണ്ടാണ്ട് എഴുതൂല. പിന്നെ വേണ്ടാത്തത് നമുക്ക് തോന്നുന്ന പലതും ഭാഷ്യത്തിലുണ്ട്, അത് വേറെ ആരൊക്കെയോ എഴുതി ചേർത്തതാ പിൽക്കാലത്ത്. അതുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ വയ്യ, കുറേ ഉണ്ട്. ഉപനിഷത്ത് ഭാഷ്യത്തിലൊക്കെ കുറവാണ്, ഗീതാ ഭാഷ്യത്തിലാണത് കൂടുതലുള്ളത്. ഏതോ ശങ്കരാചാര്യന്മാർ പിന്നെ എഴുതി ചേർത്തതാ. യുക്തിക്ക് നിരക്കാത്ത, ശാസ്ത്രത്തിന് നിരക്കാത്ത പലതും ഉണ്ട്. അതുകൊണ്ടുണ്ടാവണ പൊല്ലാപ്പ് കുറച്ചൊന്നുമല്ല. കാരണം പഠിക്കുമ്പോൾ പൂർവാപര ബന്ധം നഷ്ടപ്പെട്ടു. മനസ്സിന് കീഴ്പ്പെടരുത്. അതിലാണ് പറയണത്, വൈകാരികതയും വൈചാരികതയും തമ്മിലുള്ള സന്തുലിത ഭാവം നമ്മൾ ശീലിക്കണം. ഇമോഷണൽ ഇൻ്റലക്ച്വൽ, അത് ശീലിക്കണം. ശീലിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇമോഷൻ മുന്നോട്ട് പോകും. ഇമോഷൻ ഇൻ്റലക്റ്റിനെ പിടിച്ചു വലിക്കും. ഇത് ഈ ഹോർമോൺ ആയിക്കോട്ടെ, ഹോർമോണിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് സ്വാധീനം ഉണ്ടല്ലോ. അതെ, ഇതിപ്പോൾ എപ്പോഴും പറ്റുമോ? ഇതൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഇതൊക്കെ പ്രസംഗിച്ചു, ഒരു രോഗാവസ്ഥ വന്നു, നമുക്ക് നിയന്ത്രണമില്ല. പക്ഷേ ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് നിയന്ത്രണം ഉണ്ടാവില്ല. പെട്ടെന്നൊരാഘാതം പറ്റിയതോടുകൂടി ഈ പറഞ്ഞ നിയന്ത്രണം, ഇമോഷണൽ ഇൻ്റലക്ച്വൽ ബാലൻസ് സാധിക്കാത്ത അവസ്ഥ വന്നു. പക്ഷെ ഈ അറിവുണ്ടെങ്കിൽ അവന് കുറച്ചും കൂടി എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാൻ പറ്റും. ധൈര്യം ഉണ്ടാവും. അല്ലാതെ ഇതൊക്കെ എപ്പോഴും 100% നടപ്പിലാവുന്ന ആരും വിചാരിക്കണ്ട. അതുകൊണ്ടാണ് പ്രായേണ. അതുകൊണ്ടാണ് പ്രായേണ.
എന്നിട്ട് വരാം. കാരണം ആത്മജ്ഞാനിയായാലും ഇരിക്കുന്നത് ശരീരത്തിലാണ്. എപ്രകാരമാണോ നേത്രം എന്ന ഗോളകം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അഥവാ അതിന് തകരാറ് വന്നാൽ നേത്രേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനത്തിന് ക്ഷതി വരുന്നത്, നേത്രേന്ദ്രിയത്തിനൊരു കേടും വന്നിട്ടില്ല എങ്കിലും നേത്രേന്ദ്രിയ പ്രവർത്തനത്തിന് ക്ഷതി വരുന്നത്, അതുപോലെ മനസ്സ്, ബുദ്ധി തുടങ്ങിയവ ഏതേത് സ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തിക്കുന്നോ ആ സ്ഥാനങ്ങൾക്ക് തകരാറുകൾ വരാം. ആത്മജ്ഞാനി നടന്നു പോകുമ്പോൾ വീണു, തലയടിച്ചു വീണു, മസ്തിഷ്കം പ്രവർത്തിക്കാണ്ടായി, മനസ്സുണ്ടാവുമോ? ബുദ്ധി ഉണ്ടാവുമോ? ആത്മജ്ഞാനിയാന്നുകൊണ്ട് കാര്യമില്ല. ദുർവാസാവ് അങ്ങനെ വീണിട്ടൊന്നുമില്ല. ദുർവാസാവ് വീണിട്ടില്ല. ദുർവാസാവിൻ്റെ ദേഷ്യമൊക്കെ അനുഗ്രഹമാണ്. ദുർവാസാവിൻ്റെ ദേഷ്യം ആർക്ക് ദേഷ്യം കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ അനുഗ്രഹമായിട്ടാണ് തീർന്നത്, അല്ലാണ്ടില്ല. അതുപോലെ രോഗങ്ങൾ വരാം, ശരീരത്തിന് രോഗങ്ങൾ വരാം. ഒരാൾ എന്താ പറയേണ്ടത്, ദേഹത്തിന് ഡീഹൈഡ്രേഷൻ വന്നു, അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ സ്രാവങ്ങളുടെ തോത് മാറ്റം വന്നു, അതിനനുസരിച്ച മാറ്റങ്ങൾ വരും. പക്ഷേ ഈ ബോധമുള്ള ആൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണ്. മറ്റേയാൾക്ക് 10 മാസം പിടിക്കുമ്പോൾ ഇയാൾക്ക് ഒരു 4 മാസം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാം. അതെ അതെ, കറക്റ്റ്, വളരെ ശരിയാണ് പറയണത്. എന്നാലും ഇന്നാളത്തെ അത്ര മാർക്കില്ല എന്ന് മാത്രം. ശരി. അപ്പോൾ പ്രായേണ എന്നുള്ള ശബ്ദത്തിൻ്റെ പ്രാധാന്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രായേണ അതിൽ പ്രായണയിൽ പ്രധാനമായിട്ട് 2-3 വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ബുദ്ധി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ. മന്ദീഭവിക്കല്ല, അത് വേറെ. അതായത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ബുദ്ധി ഇതിൽ നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം ചോദിച്ചാൽ ഉദാഹരണം പറയാം. ഉദാഹരണം ചോദിച്ചാൽ ഉദാഹരണം പറയാം. ഒരു എന്തായാലും 36-37 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹിമാലയത്തിൽ യാത്ര ചെയ്യുന്നു. ബസ്സിലാണ്. അപ്പം ബസ് ഉത്തരകാശിയിൽ നിന്ന് താഴേക്കാണ്. ഉത്തരകാശിയിൽ നിന്ന് ബസ് വന്ന് ലാൻഡ് സ്ലൈഡിങ് ഉള്ളിടത്ത് ബസ് നിന്നു. ഇനി മുന്നോട്ട് പോയില്ല. ലാൻഡ് സ്ലൈഡിങ് വമ്പൻ ലാൻഡ് സ്ലൈഡിങ് ആണ്. വമ്പൻ ലാൻഡ് സ്ലൈഡിങ്. ചുരുങ്ങിയത് ഒരു 1/2 കിലോമീറ്റർ ദൂരം നടന്നാൽ അപ്പുറത്തുനിന്ന് വന്ന ബസ്സുകൾ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഈ 1/2 കിലോമീറ്റർ ഇവിടെ ഉള്ളതുപോലെ കാണും. ഹിമാലയത്തിൽ അത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കാണുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 2-3 കിലോമീറ്റർ വളയേണ്ടി വരും. അപ്പം അപ്പുറത്ത് ബസ്സുണ്ട്. അപ്പം ഇപ്പുറത്തുനിന്നുള്ളവരൊക്കെ ഇറങ്ങി വളരെ ശ്രദ്ധിച്ച് മേപ്പട്ടിക്ക് നോക്കി ഓടണം. മേപ്പട്ടിന് വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി അപ്പുറത്തെത്തണം. അപ്പുറത്തുനിന്നുള്ളവർ ഇതേപോലെ ഇപ്പുറത്തേക്കും വരും. എന്നിട്ട് ഈ ബസ് തിരിച്ചു പോവും, ആ ബസ് അങ്ങോട്ടും തിരിച്ചു പോവും. അങ്ങനെയാണ് യാത്ര. അത് കഴിയുമ്പോഴത്തേക്ക് പട്ടാളം വരും. പട്ടാളമാണ് അവിടെ റോഡ് മുഴുവൻ ശരിയാക്കുന്നത്. പട്ടാളത്തിന് അവിടെ അങ്ങേയറ്റം നമസ്കരിക്കണം അവരുടെ പ്രവർത്തനം കണ്ടാൽ.
അത്ര പെട്ടെന്നാണ് റോഡുകൾ ശരിയാക്കുക. ഇപ്പോൾ സന്ദർഭവശാൽ ഈ ലാൻഡ് സ്ലൈഡിങ് സമയത്ത് ഈ ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങലും മൂത്രം ഒഴിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. സുഖമായിരുന്ന് മൂത്രാണ്ട് ഒഴിച്ചു. അപ്പോഴത്തെ ഈ ബസ്സിലുള്ളവരൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഈ പറയുന്ന സമയം കൊണ്ട് അപ്പം അവരൊക്കെ നടന്നു പോയത് ഏകദേശം ഇത്ര ചളിയിൽ കൂടിയാണ്. കാലിൻ്റെ മുട്ട് വരെ ചളിയിലാണ് അവർ നടന്നു പോയത്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് മുട്ടിന് മുകളിൽ തൊടേമൽ വരെ ചളിയാണ്. ചളി പറഞ്ഞാൽ കൂർത്ത കല്ലുകൾ, കൊഴുത്ത ചളി. അപ്പം ഇത്ര സ്പീഡിലേ നടക്കാൻ പറ്റൂ. അങ്ങനെ നടക്കാനേ പറ്റൂ. കാല് വെച്ചു അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് ഏകദേശം ഒരു പകുതി എത്തിക്കാണും. പകുതിയില്ല, പകുതിക്ക് മുമ്പ് എത്തിക്കാണും. പിന്നെ നമ്മൾ കാണുന്നത് അപ്പുറത്തെ ഭാഗത്തെ ആൾക്കാർ മുഴുവൻ തലയ്ക്ക് കൈ കൊടുത്തിരിക്കണതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ അവർ തലയ്ക്ക് കൈ കൊടുക്കുന്നേ? ഒന്നും ശബ്ദം കേൾക്കുന്നില്ല, ഒരു ശബ്ദവും കേൾക്കൂല, മഴയുണ്ട്. അപ്പോൾ വെറുതെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത്, എൻ്റെ ഭഗവാനെ, വലിയൊരു പാറ. വലുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി ഇതിനേക്കാളൊക്കെ ഉണ്ട്, ഇതിനേക്കാൾ വീതിയുണ്ട്. ഏകദേശം ഈ ഹോളിൻ്റെ ഒരു 1/3 നീളം ഉണ്ടാവും. അത്ര വലിയ പാറയാണ് ഉരുണ്ട് വരുന്നത് താഴേക്ക്. അവിടെ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാനാ? ബുദ്ധി ഉപയോഗിച്ച് സ്പീഡിൽ നടക്കാമെന്ന് ചിലപ്പോൾ ഇവിടെ ഉള്ളവർ പറയും. ഹിമാലയത്തിൽ ലാൻഡ് സ്ലൈഡിങ് അനുഭവിച്ചവർ പറയില്ല. കാരണം നടക്കാൻ പറ്റൂല, ഇത്ര ചളിയാണ്, കാല് നീങ്ങൂല, കൂർത്ത കല്ലുകൾ, ചളി, വെള്ളം. കാലനങ്ങില്ല, കാല് പൊക്കാൻ പറ്റില്ല, കാലൊരു ഇഞ്ച് പൊക്കാൻ പറ്റില്ല. ഇങ്ങനെ അമർത്തി ഇങ്ങനെ നീക്കാനേ പറ്റും. യവനാഴ്ച അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എത്രയോ മുകളിൽ. എന്താ ബുദ്ധി ഉപയോഗിച്ച് ഇയാള്? ഒരു ശമ്പോനെയും വിളിച്ചിട്ടില്ല. അവിടെ നിന്നു, എങ്ങനെയാണ് നിന്നു? അതെ, ഒന്നുമില്ല, അതൊന്നുമില്ല. വേറെന്ത് ചെയ്യാനാ? ഇപ്പൊ എത്ര സെക്കൻഡ് കൊണ്ട് ഞാൻ അരഞ്ഞു പോകുന്നതാണ് ഇപ്പൊ കണക്കൂട്ടുന്നത്. എത്ര സെക്കൻഡ് കൊണ്ട് ഞാൻ അരയും, ഇതാണ് കണക്കൂട്ടുന്നത്. അത് വന്ന് ഒരൊറ്റ വീഴല്. നമ്മൾ നിന്ന റോഡും പോയി, മുഴുവൻ പോയി. ആകെ കൂടെ ഒരടി 1.5 അടി സ്ഥലം ബാക്കിയുണ്ട്. ബാക്കി ഗംഗാജി മുഴുവൻ, കല്ലും റോഡും എല്ലാം ഗംഗാജി പോയി. ഒരു ക്ഷതവും ഇല്ല, ഒരു പോറൽ പോലും ഇല്ലാന്ന് മാത്രമല്ല, ഒരു ചളി പോലും ദേഹത്ത് തെറിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്ര വലിയ കല്ലായതുകൊണ്ട് ഈ ചളി മുഴുവൻ പൊങ്ങിപ്പോയി. ചളിയും വെള്ളവും, നടുക്ക് നല്ലൊരു വാക്വം, ഒരു ചളി പോലും ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തുള്ളവരൊക്കെ ഒന്ന് നോക്കുന്നത്. ഓ, ഇയാൾ ജീവനോടുണ്ടല്ലോ. എനിക്ക് സുഖം നടക്കാൻ. എന്ത് സ്പീഡിൽ നടന്നു എന്നറിയാം, കാരണം ഈ ചളിയൊക്കെ പോയി, ഒരു ചളിയുമില്ല. കുറെ കല്ലിൻ്റെ കൂർത്ത കല്ല് മാത്രമുണ്ട്, അത് സാരമില്ല. ഞാൻ അപ്പുറത്ത് വന്നു, അല്പം വെള്ളം കൊണ്ട് കായാലും കയ്യൊക്കെ കഴുകി സുഖമായിട്ട് ബസ് കയറി. എനിക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. അത് ലാഭമായി. അവരെല്ലാവരും അത്ഭുത വസ്തുവിനെ പോലെ നോക്കുക, എല്ലാവരും. അപ്പം അവിടെ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല, അവിടെ വിട്ടുകൊടുക്കാനേ ഉള്ളൂ. അവിടെ മറ്റെന്തോന്ന് നമ്മളിലൂടെ പ്രവർത്തിക്കും. അല്ലാച്ചാന്ന് അരഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രാരബ്ധമൊന്നും ഇല്ലെന്നാൽ ഈ ഒരു ഉപദ്രവം ഒന്നും ബാക്കി ശേഷിക്കൂല. സുഖമായിട്ട് അന്ന് തന്നെ കാറ്റ് പോയിട്ടുണ്ടാവും. ഇത് തമാശ പറയല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. ബുദ്ധി പ്രവർത്തിക്കാത്ത സന്ദർഭമുണ്ട്, ഇല്ലേ? അതുണ്ട്, അതും എനിക്കുണ്ടായിട്ടുണ്ട്.
അതും ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ വന്നതിന് ശേഷമാണ്. അദ്വൈതാശ്രമമൊക്കെ സ്ഥാപിച്ച് 5 വർഷം കഴിഞ്ഞിട്ടാണ്. 1997 നമ്മൾ ഇവിടുന്ന് ഒരു അഖില ഭാരത യാത്ര പോയി. ഈ കൂട്ടത്തിൽ ആ യാത്രയിൽ വന്നാരോ ഉണ്ടോന്നാവോ? ഇല്ല. എന്തായാലും അതിൽ ഹിമാലയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാശിയിൽ വെച്ചിട്ട്, കാശി കഴിഞ്ഞ ഉടനെ ഒരാൾക്ക് മാരകമായ വയറിളക്കം തുടങ്ങി. എന്ത് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഇയാൾ കഴിക്കൂല. ഹോമിയോ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വാശിയാണ്. ആവണ പണിയൊക്കെ നോക്കി, കഴിക്കില്ല. വയറിളക്കം കൂടി അവസാനം ജീവൻ ഇല്ലാത്ത അവസ്ഥയിലെത്തി. ഇനി അലോപ്പതി ആവാം. ആദ്യമേ പറഞ്ഞു വെച്ചാൽ ആദ്യം സമ്മതിക്കണ്ടേ. ഏതായാലും അദ്ദേഹം പോയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ബീഹാറിൽ സസാരത്ത് എത്തിയിട്ടുണ്ട്. സസാരം ജില്ലാ ആസ്പത്രിയിൽ അന്ന് 350-ലധികം ശവങ്ങളാണുള്ളത്. കോളറ. ഒരു വിധത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ 7 പേർക്ക് രോഗം. 7 പേർക്ക്. 7 പേരെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ശവം കൊണ്ടുള്ള കളിയായി. അപ്പോൾ വീട്ടുകാർക്ക് ഇവിടെ എത്തിക്കണം. ഒരു തരത്തിൽ അവിടെ ദഹിപ്പിക്കാൻ പറ്റൂല. ആവണത് പറഞ്ഞു നോക്കി, സുഖമായിട്ട് ഞങ്ങൾ ദഹിപ്പിക്കാം, അവിടെ നിങ്ങൾക്ക് ഭസ്മൊക്കെ കൊണ്ടുതരാം. അതൊന്നും പോരാ, ശരീരം തന്നെ വേണമെന്നായി. അതിൻ്റെ കഷ്ടപ്പാട് എത്രയാ. ഒന്നും പറയണ്ട, ആ കഷ്ടപ്പാടൊന്നും പറയുന്നില്ല. എന്തൊക്കെ ചെയ്തു എന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. അങ്ങനത്തെ അവസ്ഥകളിലൂടെയാണ് തരണം ചെയ്തത്. ഏതായാലും യാത്രാ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കാൻ നമ്മളെ സ്വാമിനി ശിവാനന്ദ, അക്കാലത്ത് അയാൾ ബ്രഹ്മചാരിണിയാണ്, അയാളെ ഏൽപ്പിച്ചു. ശരീരവും കൊണ്ട് ഞാനും വേറൊരാളും കൂടി പുറപ്പെട്ടു. അങ്ങനെ എന്തൊക്കെ നാടകം കളിച്ചു എന്നൊന്നും ചോദിച്ചേക്കരുത്. എന്തൊക്കെ നാടകം കളിച്ചിട്ടാണ് ശരീരം എത്തിച്ചതെന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഭീകരമായിരിക്കും. നിങ്ങൾക്ക് പേടിയാവും, അത്ര ഭീകരമാണ്. ഏതായാലും ഇവിടെ എത്തി. അപ്പം ഇവർക്ക് യാത്ര ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് നേരെ തിരിച്ചു വരാൻ റൂട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ തിരിച്ചു വരാൻ, ബാക്കി എല്ലാ തീർത്ഥയാത്രയും റദ്ദ് ചെയ്തിട്ട്. അപ്പോൾ 5 ദിവസം കൊണ്ട് തിരിച്ചെത്തണം. 5-നും എത്തുന്നില്ല, 6-നും എത്തുന്നില്ല, 7-നും എത്തുന്നില്ല. മൊബൈൽ ഫോണില്ല, അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, അങ്ങോട്ട് വിളിക്കണില്ല. ഇവിടെയാണെന്ന് വെച്ചാൽ പത്രത്തിൽ വാർത്ത വന്നു, ചിദാനന്ദ ഗുരുസ്വാമിയുടെ കൂടെ യാത്ര പോയ ഒരാൾ മരിച്ചു എന്നുണ്ട്. ആ കൂടി ടീം അംഗങ്ങളുടെ ബന്ധുക്കൾ വിളിയോട് വിളി, എവിടെ ഞങ്ങളെ ഭർത്താവ്, എവിടെ ഞങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഭാഷയൊക്കെ മാറിയ ആൾക്കാരുടെ, സ്വാമിജി മറ്റതേ മറിച്ചതേ കണ്ണേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവരെ അപകടം പറ്റാതെ തിരിച്ചെത്തിക്കേണ്ടത്. എല്ലാവരും എത്തും, ആരും എത്താതിരിക്കില്ല. അങ്ങനെ ഒരു 8 ദിവസമായപ്പോൾ അതാ വിളി വരുന്നു, ഞങ്ങൾ ഇപ്പോഴും ഭുവനേശ്വറിലാണ്. കൂട്ടത്തിൽ ഒരാള് ദാ പോവുകയാണ്. ഡോക്ടർമാർ മുഴുവൻ കൈവിട്ടു. സ്വാമി അടുത്ത ബോഡി കൊണ്ടുപോകാൻ തയ്യാറായിട്ട്. അതെ, തമാശയാന്ന് വിചാരിക്കാറ്. ഇതൊക്കെ ഇപ്പം പറയുമ്പോൾ ഒരു ചിരി വരുന്നുണ്ട്. അന്നത്തെ ആ സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ പൈസ ഉണ്ടോ? അപ്പോൾ തന്നെ കോഴിക്കോട് ഒരാളോട് ഒരു 50,000 രൂപ കടം വാങ്ങി, വേറൊരാളുടെ ഒരു 5,000 വാങ്ങി. അങ്ങനെ 55,000 രൂപ
വൈകുന്നേരം ടിക്കറ്റ് എടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കട്ടയിൽ നിന്ന് ഭുവനേശ്വർ, പിറ്റേന്നത്തെ ഫ്ലൈറ്റ്. വൈകുന്നേരം കോഴിക്കോട് നിന്നുള്ള ബസ്സിന് മൈസൂരിൽ പോയി. മൈസൂരിൽ നിന്ന് മാറി ബാംഗ്ലൂർ ബസ്സിന് പോയി. ബാംഗ്ലൂർ എത്തി രാത്രി ഒരു 12:30 മണിക്ക്. രാവിലെ 8:30 ഫ്ലൈറ്റ് ഉള്ളൂ. സുഖമായിട്ട് അവിടെ എവിടെയെങ്കിലും താമസിച്ചാൽ മതി. രാവിലെ ഒരു 6 മണിക്ക് എയർപോർട്ടിലേക്ക് പോയാൽ മതി. സാമാന്യ വിവരമുണ്ട് എന്നാണ് നമ്മൾ സ്വയം വിചാരിക്കുന്നത്. പക്ഷേ വിവരം പ്രവർത്തിച്ചില്ല. രാത്രി തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകാനായി. ഒരു തുണിസഞ്ചിയാണ് നമ്മുടെ അടുത്തുള്ളത്. ആ തുണിസഞ്ചിക്ക് സിപ്പ് പോലും ഇല്ല, ഇങ്ങനെ കെട്ടിയിരിക്കുക നൂലുകൊണ്ട്. അതിലാണ് 49,000 ചില ഉറുപ്പ്യ ഉള്ളത്. അതെ, അന്നത്തെ 49,000 ചില ഉറുപ്പ്യ. ബാക്കി ടിക്കറ്റിന് പൈസയായിട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാരൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. 100 ഉറുപ്പ്യാണ് ചോദിച്ചത്. ഈ ഓട്ടോറിക്ഷ പറക്കുക, പിന്നെ ഓടുമൊന്നുമല്ല. മീറ്ററിൽ 100 ഉറുപ്പ്യയും കഴിഞ്ഞു, 110 കഴിഞ്ഞു, 120 കഴിഞ്ഞു, 150 കഴിഞ്ഞു, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷയിൽ ഡ്രൈവറെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടാവും. ഇതൊരു ഉഗ്രപ്രതാപിയാണ്. ഒരു 6 അടി പൊക്കം. അയാൾ ആരായാലും മുഖം കാണുന്നില്ല. തലയിലും കെട്ടിയിട്ടുണ്ട്, മുഖത്തും കെട്ടിയിട്ടുണ്ട്, മഫ്ലറും ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. എങ്ങനെ ഫേസ് ചെയ്യണം ഒരു ബുദ്ധിയും കിട്ടുന്നില്ല. എങ്ങനെയാണ് ഫേസ് ചെയ്യുക? ബുദ്ധി പ്രവർത്തിക്കണില്ല. കാരണം പക്ഷെ അതേ സമയത്ത് ഭയം കാണിക്കാനും പറ്റൂല. എത്ര ദൂരം വണ്ടി ഓടിയെന്ന് കണക്കില്ല. അങ്ങനെ പോയി ഇത്ര സ്പീഡിൽ ഓട്ടോറിക്ഷ ഓടുമോയെന്ന് എനിക്ക് തന്നെ സംശയം. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. എനിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് അറിയുന്ന ആളാണ്. ഇത്ര സ്പീഡിൽ ഓട്ടോറിക്ഷ ഓടുമെന്നുള്ള പേടി. അത്ര സ്പീഡിലാണ് പോകണം. അവസാനം ഒരു വിജനമായൊരു പട്ടി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ലൈറ്റ് പോസ്റ്റിൻ്റെ നല്ല ലൈറ്റാ, അവിടെ നിന്നു സഡൻ ബ്രേക്ക് ഇട്ടിട്ട്. യവനിറങ്ങി, ഞാനും ഇറങ്ങി. ഡ്രൈവർ ഇറങ്ങിയിട്ടില്ല, ഡ്രൈവർ അവിടെ തന്നെ ഉണ്ട്. യവൻ ബാഗ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ബാഗ് പിടിച്ചു വെച്ചു. ഹിന്ദിയിലാണ്, കന്നഡ അറിയില്ല. ഈ സമയത്ത് അവൻ്റെ 2 കൈ എന്നെ പിടിക്കാൻ വേണ്ടി വരികയാണ്. ഒന്നിവിടെയും ഒന്നിവിടെയും പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. പിന്നെ അനങ്ങാൻ പറ്റില്ല. ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അതെനിക്കറിയാം. അത്യാവശ്യം ചില പ്രയോഗങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവരങ്ങനെ കളിക്കാനൊന്നും വരണ്ട. പക്ഷെ അവൻ്റെ ഈ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല. പുരുഷന്മാരുടെ മർമ്മം പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. പറ്റും, അതിന് വേറെ വഴിയുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചാൽ മുഖം കൂട്ടി പിടിച്ചാൽ അനങ്ങാൻ പറ്റില്ല. ഇവിടെ മാത്രം പിടിച്ചാൽ വഴിയുണ്ട്. എന്താന്നിപ്പോൾ പറഞ്ഞു തരില്ല, ദക്ഷിണ എന്നാ പറഞ്ഞുതരാം. പക്ഷെ ഈ ഭാഗം കണ്ണിനുള്ളിൽ കൈയിട്ടിട്ട് ഈ ഭാഗവും പിടിക്കുക, ഇതും പിടിക്കാച്ചാൽ പിന്നെ മനുഷ്യന് അനങ്ങാൻ പറ്റില്ല. ഈ പറയുന്ന ഒരു സെക്കൻഡിൻ്റെ ഒരു 1000-ൽ-1 അംശം കൊണ്ട് അവൻ അടുക്കുകയാണ്. പെട്ടെന്ന് അവിടെയാണ് നിന്നു. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ദേഹം ഞാൻ തൊട്ടിട്ടില്ല. അതുവരെ ഹിന്ദി പറഞ്ഞ ഞാൻ മലയാളത്തിൽ പറഞ്ഞു എടുക്കടാ വണ്ടി എന്ന്. ഉടനെ ഡ്രൈവർ വണ്ടി എടുത്തു. ഓടിക്കാൻ പറ്റുന്നില്ല അയാൾക്ക്. വണ്ടി ഇങ്ങനെ ആവുകയാണ്. കുറേ ദൂരം പോയിട്ടാണ് ശ്വാസം വീണത്. തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അതേപോലെ നിൽക്കുന്നുണ്ട്. മരിച്ചോ അറിയില്ല, മരിച്ചിരിക്കാനാണ് സാധ്യത. അതേപോലെ നിൽക്കുന്നുണ്ട്, അതേ നൃത്തം. കുറച്ചു ദൂരം ഓട്ടോറിക്ഷ അങ്ങനെ കുലുങ്ങി പോയി. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടു, നിർത്തല അവിടെ നിന്നാണ്. ഒക്കെ മലയാളത്തിലാണ്.
അയാൾ നിർത്തി. 100 റുപ്യയും കൊടുത്തു. 100 റുപ്യാണല്ലോ വണ്ടിക്ക് പറഞ്ഞത്. ഇറങ്ങിപ്പോയി. ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വം ചീത്ത, സ്വാമിജി എന്താ ഈ സന്യാസി വസ്ത്രം കണ്ടോണ്ടല്ലോ, എന്നെ പരിചയമൊന്നുമില്ല, സ്വാമിജി എന്താ ഈ സമയത്ത് ഇവിടെ വന്നത്? അത്രയും അവിടുത്തെ വൃത്തികെട്ടൊരു സ്ഥലമാണ്. അവിടെ ഒരു സന്യാസി പോകേണ്ടതോ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായ സ്ഥലമല്ല. പക്ഷെ നല്ലൊരു മനുഷ്യരയാൾ. അപ്പം തന്നെ നോക്കുമ്പോൾ സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയാം. 2 മണിയായിട്ടുണ്ട്. 2 മണിക്കൂറായി. ഒരു റൂം തന്നു. സ്വാമി സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഞാൻ വിളിച്ചുണർത്താം എന്ന് പറഞ്ഞു. പൈസ അടക്കം വാങ്ങിയില്ല, റൂമിന് പൈസയൊന്നും വാങ്ങിയില്ല. അയാൾ രാവിലെ വിളിച്ചുണർത്തി. ഞാൻ സുഖമായി കുളിച്ച് എയർപോർട്ടിൽ പോയി. അവിടുന്ന് 150 രൂപയോളം ദൂരമുണ്ട് എയർപോർട്ടിലേക്ക്. ഇയാൾ തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് ഏർപ്പാടാക്കി തന്നു. അപ്പം അവിടെ എന്താ സംഭവിക്കുക? നമുക്കൊന്നും ചെയ്യാൻ വയ്യ. നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. ബുദ്ധി ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിലൂടെ മറ്റെന്തോന്ന് പ്രവർത്തിക്കുകയാണ്. അയാൾ എന്ത് രൂപമാണ് കണ്ടത് എനിക്കിപ്പോഴും അറിയില്ല. വല്യമ്മേൻ്റെ ഏതോ രൂപമാണോ? പൂർവ്വജന്മത്തിൽ അല്ല ഈ ജന്മത്തിൽ വാശം ഉണ്ടാവില്ലേ? അത് മൈനസ് മാർക്കായിപ്പോയി നിങ്ങൾക്ക്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടി വെച്ചിരിക്കുകയാണ്, ഇപ്പൊ മൈനസായി. അതെ അതെ, അത് മൈനസ് പോയി. എന്ത് രൂപമാണ് അയാൾ കണ്ടത്? വല്യമ്മേൻ്റെ എന്തോ രൂപമാണോ? അറിയില്ല. അല്ല ശിവന്റെ എന്തെങ്കിലും രൂപമാണോ? അറിയില്ല. അല്ല അയാളുടെ മനസ്സിന്റെ ഭയം മറ്റെന്തുമായി വന്നതാണോ? അറിയില്ല. ഈ ശിവനും വല്യമ്മയും പറയാൻ കാരണം നമ്മൾ സന്യാസത്തിന് മുമ്പ് ആ 2 ഉപാസനാ മാർഗത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിരന്തരം ശ്രീരാമകൃഷ്ണദേവന്റെ നാമം ജപിച്ചിട്ടായിരുന്നു നടക്കാറ്. നിരന്തരം 2-3 മണിക്കൂർ ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ ശ്രീരാമകൃഷ്ണനാമം ജപിച്ചിട്ടായിരുന്നു ആ കാലത്ത്. അപ്പം ഇതിൽ 3-ൽ എന്താ പ്രവർത്തിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അന്നും അറിയില്ല, ഇന്നും അറിയില്ല. പ്രായേണ ഇതൊക്കെ പ്രായേണയാണ്. അപ്പോ പ്രായേണ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബുദ്ധിപൂർവകം ആയിരിക്കണം. അപ്പോഴേ ഈ പ്രായേണ എന്ന് പറഞ്ഞ വിഡ്ഢിത്തല്ലേന്ന് ചിലർക്ക് തോന്നുന്നതിനാണ് ഈ മറുപടി ഇത്രയും വിസ്തരിച്ചു പറഞ്ഞത്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ബുദ്ധി കൊണ്ട്. എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് ബുദ്ധി പ്രവർത്തിക്കും? ശരി, മനസ്സങ്കല്പ വികൽപ്പാത്മകാദി ലക്ഷണം പ്രഗ്രഹം രശനാം വിദ്ധി. സങ്കല്പ വികൽപ്പാത്മകമാണ് മനസ്സ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ, പോണോ പോണ്ടയോ. അങ്ങനെയുള്ള മനസ്സിനെ നീ പ്രഗ്രഹമായിട്ട് മനസ്സിലാക്കൂ, കടിഞ്ഞാണായിട്ട്. ഈ കടിഞ്ഞാൺ ഒരു ഭാഗത്ത് കുതിരയിൽ ബന്ധിക്കണം. അതായത് മനസ്സൊരു ഭാഗത്ത് ഇന്ദ്രിയങ്ങളെ പിടിക്കണം, മറ്റേ ഭാഗത്ത് അത് സാരഥിയുടെ കയ്യിലായിരിക്കണം. അല്ലാണ്ട് കടിഞ്ഞാനുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കുതിര പോണ്ടോണം പോവും. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും ബുദ്ധിക്ക് അധീനമാക്കണം. ഇല്ലെങ്കിൽ മനസ്സ് ബുദ്ധിയെ അധീനമാക്കും. മനസ്സ് ബുദ്ധിയെ അധീനമാക്കിയാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകും, ഉറപ്പ്. കാരണം മനസ്സ് പലതും നമ്മളെ കൊണ്ട് പ്രലോഭിപ്പിക്കും. അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, അങ്ങോട്ട് പോയിക്കോളൂ, ഇങ്ങോട്ട് പോയിക്കോളൂ. ആ മനസ്സിന്റെ പ്രലോഭനത്തെ പലപ്പോഴും മനസ്സ് ബുദ്ധിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും. വളരെ ബുദ്ധിപൂർവ്വമാണ് ഞാൻ പറയണത്. ഏത് പലപ്പോഴും ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് മനസ്സായിരിക്കും, ബുദ്ധിയായിരിക്കില്ല.
അതുകൊണ്ട് ഇതെപ്പോഴും ബുദ്ധിക്ക് വിധേയമാകണം. മനസാഹി പ്രഗൃഹീതാനി ശ്രോത്രാദീനി കരണാനി പ്രവർത്തന്തേ. മനസ്സാൽ ഗ്രഹിക്കപ്പെടുന്ന ഭാവത്തിലാണ് ശ്രോത്രാദികരണങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതുപോലെ രശനയായി വാശ്വാഹ, കടിഞ്ഞാണുകൊണ്ട് കുതിരകൾ എന്ന പോലെ, കടിഞ്ഞാൺ കൊണ്ട് കുതിരകൾ എന്ന പോലെ. അപ്പൊ കുതിരകളാരാ? ഇന്ദ്രിയാണി ചക്ഷുരാദീനി ഹയാനാഹു. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ കുതിരകളാണ്. അവരാണ് ഇതിനെ വലിച്ചു കൊണ്ടുപോണത്. കണ്ടതിൻ്റെ പിന്നാലെ, കേട്ടതിൻ്റെ പിന്നാലെ, മണത്തതിൻ്റെ പിന്നാലെ, രുചിച്ചതിൻ്റെ പിന്നാലെ, സ്പർശിച്ചതിൻ്റെ പിന്നാലെ ഈ ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഇതാരാ അതൊക്കെ പറയണത്? രഥകൽപ്പന കുശലാഹ. രഥകൽപ്പനയിൽ കുശലന്മാരായവരാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളാണ് കുതിരകളെന്ന്. ശരീര രഥാകർഷണ സാമാന്യ. എന്തുകൊണ്ട്? രഥത്തെ ആകർഷിക്കുന്നത് കുതിരകളാണ്, അതുപോലെ ശരീരത്തെ ആകർഷിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. തേഷ്വേവ ഇന്ദ്രിയേഷു ഹയത്വേന പരികൽപ്പിതേഷു ഗോചരാൻ മാർഗാൻ രൂപാദീൻ വിഷയാൻ വിദ്ധി. അങ്ങനെ കുതിരകളായി പരികൽപ്പിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾക്ക് ഗോചരങ്ങൾ, വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ. അപ്പൊ അവയിൽ മേയാണ് ഇഷ്ടം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുതിരയ്ക്ക് നിങ്ങളെ വണ്ടി വലിക്കുകയല്ല ഇഷ്ടം പോലെ തിന്ന് നടക്കുക ഇഷ്ടം. അതുപോലെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ശബ്ദത്തിൻ്റെ, സ്പർശത്തിൻ്റെ, രൂപത്തിൻ്റെ, രസത്തിൻ്റെ, ഗന്ധത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ഇഷ്ടം. പക്ഷെ അത് നമുക്ക് അനിഷ്ടമാണ്. അതുകൊണ്ട് വേണ്ടതുപോലെ കെട്ടിപ്പൂട്ടി തെളിച്ച് വണ്ടി ഓടിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം അനിവാര്യമാണ്. നിയന്ത്രിക്കാണ്ട് പറ്റില്ല. ആത്മേന്ദ്രിയ മനോയുക്ത ശരീരേന്ദ്രിയ മനോഭിഹി സഹിതം സംയുക്തം ആത്മാനം ഭോക്ത ഇതി ശരീരി ഇത്യാഹു മനീഷിണഃ വിവേകിനഃ. ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് കൂടിയ ആത്മാവിനെയാണ് ഭോക്താവ്, ജീവാത്മാവെന്ന് ബുദ്ധിമാന്മാർ പറയുന്നത്. എന്ന് വെച്ച അർത്ഥം കേവലമായ ആത്മാവിൽ ഭോക്തൃത്വം ഇല്ല, കർത്തൃത്വവും ഇല്ല. ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് ചേരുമ്പോൾ ഭോക്തൃത്വം, കർത്തൃത്വം എന്നിവ വന്നു ചേരും. നഹി കേവലസ്യാത്മനഃ ഭോക്തൃത്വമസ്തി. അതാണ് പറഞ്ഞത്, കേവലാത്മാവിന് ഭോക്തൃത്വമില്ല. ബുദ്ധ്യാദ്യുപാധികൃതമേവ തസ്യ ഭോക്തൃത്വം. ബുദ്ധ്യാദ്യുപാധികൃതമാണ് ഭോക്തൃത്വം. തഥാച ശ്രുത്യന്തരം. ഈ അർത്ഥത്തിൽ ശ്രുതി പറയുന്നുണ്ട് കേവലസ്യ അഭോക്തൃത്വം, കേവലമായ ആത്മാവിന് ഭോക്തൃത്വമില്ല എന്ന്. എവിടെ? ധ്യായദീവ ലേലായദീവ. ധ്യാനിക്കുന്ന പോലെ, ചേഷ്ടിക്കുന്ന പോലെ എന്ന്. എന്നുവെച്ചാൽ ഈ പോലെ എന്ന് പറഞ്ഞ അർത്ഥം ധ്യാനിക്കുന്നുമില്ല, ചേഷ്ടിക്കുന്നുമില്ല. വാസ്തവത്തിൽ ധ്യാനിക്കുന്നുമില്ല, ചേഷ്ടിക്കുന്നുമില്ല. അതൊക്കെ ബുദ്ധിയായിട്ടും മനസ്സുമായിട്ടും ചേരുമ്പോഴാണ്. ആത്മാവിൽ ചേഷ്ടയില്ല, ധ്യാനവും ഇല്ല. അതെ. ഏവം ച സതി. ഇങ്ങനെയായിരിക്കെ രണ്ടാത്മാവ്. എവിടെ രണ്ടാത്മാവ്? ആത്മാവില്ലല്ലോ, ജീവാത്മഭാവത്തിലല്ലേ ഉള്ളൂ. കേവലാത്മാവിനില്ല എന്നല്ലേ പറഞ്ഞു. അതായത് ഈ ഉപാധികളോട് വേർപെടുത്തി കഴിഞ്ഞാൽ തൻ്റെ പാരമാർത്ഥികമായ ഭാവത്തിൽ ഇതൊന്നുമില്ല. ഉപാധികളോട് ചേരുമ്പോൾ ജീവാത്മഭാവം ഉള്ളപ്പോൾ ഇതൊക്കെ ഉണ്ട്. നീല സൂര്യൻ, പച്ച സൂര്യൻ എന്നത് ഇല്ല എന്ന് പറയരുത്. അത് നീല കണ്ണാടി, പച്ച കണ്ണാടി എന്നിവയോട് ചേർന്നപ്പോൾ മാത്രമാണ്. ഇതുപോലെ ആത്മാവ് ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് കൂടി ചേർന്ന് ജീവാത്മഭാവത്തിൽ ഇരിക്കുമ്പോൾ ധ്യാനമുണ്ട്, ചേഷ്ടയുണ്ട്. കേവലാത്മാവിൽ ധ്യാനവും ഇല്ല, ചേഷ്ടയില്ല. ഏവം ച സതി. ഇങ്ങനെയായിരിക്കെ വക്ഷ്യമാണ് രഥകൽപ്പനയാ. ഈ പറയുന്ന രഥകൽപ്പന കൊണ്ട് വൈഷ്ണവമായിരിക്കുന്ന പദം, സർവവ്യാപിയായിരിക്കുന്ന പദം
ഇത് തന്നെയാണ് ഞാനെന്നുള്ള ബോധത്തിലേക്ക് എത്തും. നാന്യഥ സ്വഭാവ അനതിക്രമാത്. സ്വഭാവം നമ്മുടെ പാരമാർത്ഥിക ആത്മഭാവമാണ്. അതൊരിക്കലും ഇല്ലാതാവില്ല. അതൊരിക്കലും ഇല്ലാതാവില്ല. അതിലേക്ക് എത്താൻ ഈ പറഞ്ഞ കൽപ്പന ഉപകരിക്കും. അത് നേരത്തെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർമ്മത്തിലൂടെ ബ്രഹ്മാദി ലോകത്തിലേക്ക് എത്താനും പരമമായ തത്വവിജ്ഞാനത്തിലൂടെ മുക്തിയിലേക്ക് എത്താനും രണ്ടിനും അധികാരമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. യസേതുരീജാനാനാം അക്ഷരം ബ്രഹ്മയത്പരം അഭയം ദിദീർഷതാം പാരം നാചികേതം ശക്കേമഹി എന്ന് നേരത്തെ പറഞ്ഞു. അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രഥരൂപകൽപ്പന. ഇനി ഈ രഥരൂപകൽപ്പനയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് തുടർന്നുള്ള ചില മന്ത്രങ്ങൾ. അത് നമുക്ക് ശ്രദ്ധിക്കാം അല്പം കഴിഞ്ഞ്. നേരത്തെ പറഞ്ഞു കഠോപനിഷത്ത് മുഴുവൻ തീർക്കാന്നൊന്നും കരാറെടുത്തിട്ടില്ല. ഈ രഥരൂപകൽപ്പന കഴിഞ്ഞാൽ അവിടെ നിർത്തും. പിന്നത്തെ പുതിയ മന്ത്രം എടുക്കില്ല. പുതിയ മന്ത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തില്ല. രഥരൂപകൽപ്പന കഴിഞ്ഞാൽ അവിടെ നിർത്തുക. പിന്നെ പിന്നെ അടുത്ത വർഷം ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.